സോങ്ങും വിദേശത്ത് പോകുവാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയും ഇപ്പോൾ അവളെ വീട്ടിലേക്കൊക്കെ വിളിപ്പിക്കുന്നു. സോങ്ങും ഈ ഒരു കാര്യമൊക്കെ അമ്മയോട് മുൻകൂട്ടി പറയാത്തതിന്റെ വിഷമവും അമ്മയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ആകട്ടെ സോങ്ങും റിലേഷൻഷിപ്പിലൊക്കെ ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒന്നും വർക്കാക്കുകയില്ല എന്നാണ് അമ്മ പറയുന്നത്. പലരും ഒന്നിച്ച് താമസിച്ചിട്ട് പോലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കുന്നു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക? നിങ്ങളുടെ വിവാഹമൊക്കെ നടത്തി തരാതെ ഒരിക്കലും ഞാൻ നിന്നെ വിദേശത്തേക്ക് അയക്കുകയില്ല എന്നൊക്കെയാണ് അമ്മയും വാശി പിടിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അമ്മ ഇപ്പോൾ റെസ്ക്യൂ ടീമിലേക്ക് എത്തിയിരിക്കുന്നു. റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഞാൻ സോങ്ങിന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും അടുത്ത് റിസപ്ഷനിസ്റ്റും സോങ്ങിന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. സോങ് വിദേശത്ത് പോകുന്ന കാര്യമൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും ഒരു തീരുമാനവും എടുക്കാത്തതെന്നൊക്കെ അമ്മയും സൂവിന്റെ അടുത്ത് ചോദിക്കുന്നു. സൂവും കയ്യിലുണ്ടായിരുന്ന റിങ്ങൊക്കെ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, ഇന്നലെ രാത്രി ആയിരുന്നു അവളും എന്നോട് വിദേശത്ത് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവളെ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ സു പറയുമ്പോഴത്തേക്കും എന്റെ മകളും നല്ലൊരു വ്യക്തിനെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് അമ്മയും പറയുന്നത്. ഫോണൊക്കെ എടുത്തു നോക്കുന്ന സോങ്ങും ഷിയാനും ഗായവും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോസ് ഒക്കെ കാണുകയാണ്. അത് കണ്ടതിന് ശേഷമാകട്ടെ ഇപ്പോൾ ഷിയാനെ കാണുവാനായിട്ട് റെസ്ക്യൂ ടീമിലേക്ക് അവൾ എത്തുന്നു. എന്താണിത്, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചതെന്നൊക്കെ സോങ്ങും അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഗയോയും ഞാനും റിലേറ്റീവ്സ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ എന്നൊക്കെയാണ് ഷിയാനും സംസാരിക്കുന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. മാത്രമല്ല, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ സ്ത്രീകളാൽ മുൻതൂക്കം ഉള്ളവരൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെയുള്ളവരെ കണ്ടു പഠിച്ചതിന് ശേഷം ഇപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരാളെ കണ്ടപ്പോഴത്തേക്കും എനിക്കും ഒരുപാട് ഇഷ്ടം തോന്നിയെന്നൊക്കെയാണ് ഷിയാൻ അറിയിക്കുന്നത്. ഗായോ എന്റെ അനിയത്തിയാണ്, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അവളെ ബുള്ളി ചെയ്യുവാനായിട്ട് ശ്രമിക്കരുതെന്നൊക്കെ സു ഷിയാനോട് പറയുമ്പോഴത്തേക്കും അവളും ബുള്ളി ചെയ്യുവാനായിട്ട് നിന്നു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ആയിരുന്നോ സോങ്ങും ചോദിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇവരുടെ കാര്യവും പറഞ്ഞ് അടിയും കൂടുന്നു. സോം ഇപ്പോൾ മുത്തശ്ശന്റെ അടുത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും സോം വിദേശത്ത് പോകുന്ന പിണക്കത്തിലൊക്കെയാണ് മുത്തശ്ശനും ഉള്ളത്. ആ ഒരു മുത്തശ്ശന്റെ അടുത്താകട്ടെ ഞാൻ ഉടനെ തന്നെ സോങ്ങിനെ പ്രപ്പോസ് ചെയ്യുന്നത് ആയിരിക്കുമെന്നൊക്കെ സു പറയുമ്പോഴത്തേക്കുമാണ് മുത്തശ്ശനും ഒരു സമാധാനമൊക്കെ ആകുന്നത്. ഹാനിന്റെ ഷോപ്പിൽ നല്ല രീതിയിലൊക്കെ കച്ചവടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന വാൻഡ്രോയുടെ കച്ചവടമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ കസ്റ്റമേഴ്സ് അറിയിക്കും. അതിന്റെ പേരിൽ കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ വാൻഡ്രോവും കടയൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലായിരുന്നു ഇപ്പോൾ സോങ്ങും ഹാനും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ റെസ്ക്യൂ ടീമിന്റെ ഒരു ആനിവേഴ്സറി ഒക്കെ നടക്കുന്നുണ്ട്. നാളെ നീ ഉറപ്പായിട്ടും അതിന് വരണമെന്നൊക്കെ സോങ്ങിന്റെ അടുത്തും സു പറയുകയാണ്. പിന്നീട് സോങ്ങും സോങ്ങിന്റെ കുറെ ഡ്രസ്സൊക്കെ അലക്കുവാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും അവനും സോങ്ങിനെ തടയുന്നു. അതായത് അതിലെ ഒരു പാന്റിന്റെ പോക്കറ്റിലായിരുന്നു അവനും റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവളും അതൊക്കെ എടുത്തോണ്ട് പോകുകയാണെങ്കിൽ പ്ലാൻ എല്ലാം തന്നെ പൊളിയുമല്ലോ. അതുകൊണ്ട് തന്നെ അവനും അതെല്ലാം തന്നെ എടുത്തു മാറ്റുന്നു. റെസ്ക്യൂ ടീമിന്റെ പാർട്ടിക്ക് വേണ്ടിയൊക്കെ സോങ് റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ അവിടെ ചെന്ന ഹാനാകട്ടെ നീ ക്യാപ്റ്റന്റെ വൈഫ് ആകുവാൻ പോകുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഡ്രസ്സൊന്നും അല്ല ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഡ്രസ്സും ഹാൻ സോങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആനിവേഴ്സറി നടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ സോങ് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ഡ്രോണും അവളുടെ അടുത്തേക്ക് പറന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രപ്പോസലൊക്കെ നടക്കുവാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യം സോങ്ങും മനസ്സിലാക്കുന്നു. അങ്ങനെ റിങ്ങിന്റെ അടുത്തേക്ക് അവൾ എത്തി കഴിയുമ്പോഴത്തേക്കും ആകട്ടെ ഒരുപാട് വയലിനൊക്കെ വായിച്ചുകൊണ്ട് ആളുകളും എത്തുകയാണ്. മാത്രമല്ല, റെസ്ക്യൂ ടീമിലെ ആൾക്കാർ എല്ലാവരും തന്നെ നിരന്ന് നിന്നതിന് ശേഷം സൂവിന് വേണ്ടിയുള്ള വഴിയും ഒരുക്കുന്നു. അവനും കുറെ ഫ്ലവേഴ്സുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. ഒരിക്കൽ നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ വിഷമവും പേടിയും നിനക്കുണ്ടാകും. പക്ഷെ ഇനി നീ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല. നമ്മൾ രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരു രീതിയിലും ബാധിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെയാണ് സൂവും അവളോട് പറയുന്നത്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോ എന്നായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അവനും ഒരു വാച്ചൊക്കെ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ്. രണ്ടുപേരുടെയും കയ്യിൽ ഈ ഒരു വാച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ മറ്റേ ആളുടെ ഹാർട്ട് ബീറ്റ് അടുത്ത ആൾക്ക് അറിയുവാനായിട്ട് സാധിക്കുമെന്നാണ് സു പറയുന്നതും. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സൂവും റിംഗ് ഒക്കെ എടുക്കുകയാണ്. പക്ഷെ അത് റിങ്ങിന്റെ രൂപത്തിലായിരുന്നില്ല, മറിച്ച് ഒരു നെക്ലേസിന്റെ രൂപത്തിലായിരുന്നു. നീ എപ്പോഴാണോ പൂർണ്ണമായിട്ടും റെഡിയാക്കുന്നത് അന്നായിരിക്കും ഇത് ഞാൻ നിന്റെ വിരലിൽ ഇട്ട് തരിക എന്ന് പറഞ്ഞ് ഇപ്പോൾ അവൾക്ക് വേണ്ടി ആ ഒരു മാലയും ഇട്ടുകൊടുക്കുകയാണ് സൂവും. ആ ഒരു പ്രപ്പോസലൊക്കെ പൂർണ്ണമായിട്ടും സോങ്ങും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും പരസ്പരം കിസ് ചെയ്യുന്നു. ഇനി കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും സോങ്ങും വിദേശത്തേക്കൊക്കെ പഠിക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. എങ്കിൽ പോലും അവർ സ്ഥിരമായി വീഡിയോ കോൾ ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും അവർ വീഡിയോ കോൾ ചെയ്യുന്നത് പതിവായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നില്ല, ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നതിനനുസരിച്ച് ഹാനിന്റെയും ലൂവിന്റെയും ഗയോയുടെയും ഷിയാന്റെയും റിലേഷൻഷിപ്പ് കൂടി വളർന്നുകൊണ്ടേയിരുന്നു. അവരാകട്ടെ എപ്പോഴെങ്കിലും മിസ് ചെയ്യുകയാണെങ്കിൽ മോതിരമൊക്കെ നോക്കിയിരിക്കുന്നതും പതിവായിരുന്നു.
അങ്ങനെ ഒരു വർഷം കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിലൊക്കെ റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരും അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചർച്ചയും ചെയ്യുന്നു. ഒരു മലയൊക്കെ കാണുവാനായിട്ട് കുറച്ച് ടൂറിസ്റ്റുകൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാകട്ടെ മലയിൽ കുടുങ്ങിപ്പോയി. വളരെയധികം ഇടിയും മഴയും എല്ലാം ഉള്ള സമയമൊക്കെ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ മൗണ്ടന്റെ മുകളിൽ പോയി അവരെ രക്ഷിക്കുക എന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. റെസ്ക്യൂ ടീമിലുള്ളവരാകട്ടെ എത്രയും വേഗം അവരെ രക്ഷിക്കുവാനായിട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നു. സോങ്ങും ഇപ്പോൾ സൂവിനെ കോൾ ചെയ്തതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് സർജറിയുടെ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനെ കോൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യമൊക്കെ മുൻകൂട്ടി അവനെ അറിയിക്കുന്നു. അത് കേൾക്കുന്ന സൂവും അവളെ കൂടുതലായിട്ട് വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ഒരു മിഷന്റെ കാര്യമെല്ലാം തന്നെ അവളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയാണ്. അതിന് പകരമായിട്ട് മുത്തശ്ശന്റെ വീട് വരെ ഒന്ന് പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് കോൺടാക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലായിരിക്കും എന്നൊക്കെ സൂവും അവളോടൊരു കള്ളമൊക്കെ പറയുന്നു. ലൂന് മെസ്സേജ് അയച്ചിട്ടും ഇപ്പോൾ ലൂ റിപ്ലൈ ഒന്നും അയക്കാത്തത് കൊണ്ട് തന്നെ ഹാനും ലൂവിനെ അന്വേഷിച്ച് റെസ്ക്യൂ സെന്ററിലൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മിഷ്ട കാര്യമൊക്കെ ലൂവും ഹാനിനെ അറിയിക്കുന്നു. ഹാനാകട്ടെ സുരക്ഷിതമായിട്ട് പോയി വന്നാൽ മാത്രം മതി, കോൺടാക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നു. അപ്പോഴായിരുന്നു മേശയിൽ രണ്ട് ഫോണൊക്കെ ഇരിക്കുന്നത് ഹാനും ശ്രദ്ധിക്കുന്നത്. ഒന്നാകട്ടെ ലൂവിന്റെ സ്വന്തം ഫോണാണ്. മറ്റൊരു ഫോണിലാകട്ടെ ഗോഡസ് ഗ്രൂപ്പിൽ നിന്നുമുള്ള മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവളും നേരത്തെ ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു ലൂവുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ലൂവും ആ ഒരു ഗ്രൂപ്പിൽ നിന്നും പോയിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അവളും അതിലെ മെസ്സേജ് ഒക്കെ കാണുമ്പോഴത്തേക്കും ലൂ തന്നെ ചതിക്കുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അവനാകട്ടെ അത് തന്റെ പഴയ ഫോണാണെന്നും അതിൽ നിന്നും ഗ്രൂപ്പ് ലെഫ്റ്റ് ആക്കാതെ ഇരുന്നത് കൊണ്ടാണ് ഇപ്പോൾ മെസ്സേജ് വന്നതെന്നുമൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവളും അതൊന്നും തന്നെ കേൾക്കുവാൻ കൂട്ടാക്കാതെ അവന്റെ അടുത്തുനിന്നും പിണങ്ങിപ്പോകുന്നു. സോവും ലൂവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സോയിന്റെ മാലയൊക്കെ പൊട്ടിപ്പോകുന്നു. പിന്നീടാകട്ടെ സോവും അവന് കുറേയധികം മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എണീക്കുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും പൊട്ടിപ്പോവുകയാണ്. സോയിന്റെ അടുത്തൊന്നും ഒരു റെസ്പോൺസും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും കുറച്ച് ന്യൂസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിലാകട്ടെ സോ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു റെസ്ക്യൂവിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ ബുദ്ധിമുട്ടുള്ളതാണെന്നും കൂടി അതിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹാനും അവളെ കോൾ ചെയ്തതിന് ശേഷം സോങ്ലുവും ഒരു വലിയ അപകടത്തിലാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അവളെയും അറിയിക്കുന്നത്. അവൻ അപകടത്തിലാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ സോങ്ങും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. മെഡിക്കൽ ടീമിനെയൊക്കെ ആ ഒരു സ്ഥലത്തേക്കും അയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലും രജിസ്റ്റർ ഒക്കെ ചെയ്തിരിക്കുകയാണ് സോങ്ങും. ഈ ഒരു സമയത്താകട്ടെ ലൂവിന്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയുവാനായിട്ട് ഹാനിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഹാനിനും അവരെ ഒരു രീതിയിലും സഹായിക്കുവാൻ സാധിക്കാത്തതിന്റെ വിഷമവുമുണ്ട്. സൂവിനെയും ടീമിനെയും കാണിക്കുകയാണ്. അവരും മൗണ്ടന്റെ മുകളിലുള്ള ചെറിയൊരു സെറ്റപ്പിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൂന്ന് ടൂറിസ്റ്റുകളെ രക്ഷിക്കുവാനായിട്ടായിരുന്നല്ലോ അവർ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആകട്ടെ ആ ടൂറിസ്റ്റുകളെ അവർക്ക് കണ്ടും കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും പുറപ്പെടുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരും കുറെ നേരമായിട്ട് ആ ഒരു സ്ഥലത്തിന്റെ അകത്ത് തന്നെ താമസിക്കുകയാണ്. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമെല്ലാം തന്നെ തീർന്നിരിക്കുന്നു. പല ആൾക്കാരും, അതായത് റെസ്ക്യൂ ടീമിലെ പല ആൾക്കാരും പുറത്തേക്കൊക്കെ ഇറങ്ങി വഴിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും പല വഴികളും തടസ്സപ്പെട്ടൊക്കെ കിടക്കുകയായിരുന്നു. ലൂ തിരിച്ച് അവരുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ലൂവിന്റെ കാലിലും ഒരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി മെഡിക്കൽ ടീമിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള പരിക്കൊക്കെ പറ്റിയ ആൾക്കാരെ ശുശ്രൂഷിക്കുവാനായിട്ടായിരുന്നു മെഡിക്കൽ ടീമും ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സോങ്ങും ടെമ്പററി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന റെസ്ക്യൂ ടീമിലെ ഒരാളാകട്ടെ സൂലും ഇതുവരെയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല എന്ന കാര്യമൊക്കെ അറിയിക്കുകയാണ്. പക്ഷെ അവർ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും അവർ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് സോങ്ങിനെയും അവൾ സമാധാനിപ്പിക്കുന്നു. കുറെ നേരം മൗണ്ടന്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് സേഫ്റ്റി ഒന്നും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന റെസ്ക്യൂ ടീമും ഇപ്പോൾ അവിടെ നിന്നും പുറപ്പെടുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ടൂറിസ്റ്റുകളെയും വിളിച്ചുകൊണ്ട് അവരും ഒരു ഷോർട്ട് കട്ടിലൂടെ പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയ ആൾക്കാർക്കൊക്കെ സോങ് ശുശ്രൂഷയൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവൾ സൂ വരുവാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പരുക്കൊക്കെ പറ്റിയ കുട്ടീനെ അവളും ചികിത്സിക്കുവാൻ നോക്കുന്നു. പക്ഷെ കുട്ടിക്ക് കുറച്ച് ക്രിട്ടിക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ആയിരുന്നു സോങ്ങും. പക്ഷെ കുറച്ചുകൂടെ അർജന്റ് ആയിട്ടൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റും സോങ് ആംബുലൻസിൽ വെച്ച് തന്നെ കൊടുക്കുന്നു. സൂവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റിന്റെ കാലൊക്കെ തട്ടിയിട്ട് കുഴിയിലേക്ക് വീഴുവാനായിട്ട് അയാൾ തുടങ്ങുമ്പോഴത്തേക്കും സൂ ആയിരുന്നു അയാളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടീമിലെ ബാക്കിയുള്ള ആൾക്കാർ കയറൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അയാൾ അതിലൊക്കെ പിടിച്ച് മുകളിലേക്കും കയറുന്നു. പക്ഷെ കുറെ നേരം പിടിച്ചു നിൽക്കുവാനായിട്ട് സൂവിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സൂവിന്റെ കൈയൊക്കെ വിട്ടുപോയി അവനും ആ ഒരു കുഴിക്ക് അകത്തേക്കൊക്കെ വീഴുകയാണ്. കുറച്ചു ദൂരമൊക്കെ അവൻ ഉരുണ്ടതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലൊക്കെ അവന്റെ തലയിടിച്ച് പരുക്കം പറ്റുന്നു. അവനും അപ്പോൾ പോക്കറ്റിൽ നിന്നും ആ ഒരു മാലയൊക്കെ എടുത്തു നോക്കുകയാണ്. അത് നോക്കുമ്പോഴത്തേക്കും
അവനും പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഓർക്കുന്നു. അങ്ങനെ അവന്റെ ബോധവും പോകുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ എപ്പിസോഡുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.